തങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോ നമുക്കറിയാം, ബഹുമാനപ്പെട്ടവർ സഞ്ചറിൽ ജനിച്ചു. വാസ്തവത്തിൽ അജ്മീറിലുള്ള ബഹുമാനപ്പെട്ടവരുടെ ജനനം വേറൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് പ്രബോധനത്തിന് വന്നതാണ്. ഹാജാ തങ്ങൾ ജനിച്ചു 14-15 വയസ്സാകുമ്പോഴേക്ക് മാതാപിതാക്കൾ വിട പറഞ്ഞു. മാതാവും പിതാവും വിട പറഞ്ഞൊരു കുട്ടിയുടെ 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും? നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടൊരു കുട്ടിയുടെ ജീവിതം പിന്നെ എന്തായിരിക്കും? സുബ്ഹാനല്ലാഹ്, ഹാജാ തങ്ങൾ തീർത്തും വ്യത്യസ്തനായിരുന്നു എന്ന് മാത്രമല്ല, പിതാവ് അനന്തരമായി നൽകിയ ചെറിയൊരു കൃഷിയിടം, ആ കൃഷിയിടത്തിൽ കൃഷി ചെയ്ത് മാതാവുമില്ല പിതാവുമില്ല, ആ അനന്തരമായി ലഭിച്ച കൃഷിയിടം അതിൽ കൃഷി ചെയ്തു ഹലാലായി ഭക്ഷിച്ചു ജീവിക്കുന്ന ഒരു സ്വഭാവം. അപ്രതീക്ഷിതമായ ഒരു ദിവസം തോട്ടത്തിലേക്ക്, മുന്തിരിത്തോട്ടത്തിലേക്ക് ഒരു മജ്സൂബായ ഒരു മഹാൻ കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. ഇബ്രാഹിമുൽ ഖന്ദൂസി എന്ന് പറയുന്ന ഒരു മജ്സൂബായ മഹാൻ ആ തോട്ടത്തിലേക്ക് കയറി വന്നു. ഹാജാ തങ്ങൾ വലിയ സ്വീകരണം നൽകി. ആ തോട്ടത്തിൽ ആദരവോടുകൂടെ ഇരുത്തി. അതിനുശേഷം ആ ഇബ്രാഹിമുൽ ഖന്ദൂസി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ തന്റെ ബാഗിൽ നിന്ന് ഒരു റൊട്ടിക്കഷ്ണം എടുത്തു, വായിലേക്ക് ഇട്ടു, ഒന്ന് ചവച്ചരച്ച്, മോനെ ഇത് ഭക്ഷിച്ചോ, അതിന്റെ ബാക്കി അങ്ങ് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഹാജാ തങ്ങൾ ആ കഷ്ണം വയറ്റിലേക്ക് അങ്ങ് ഭക്ഷിക്കലോടുകൂടെ ആത്മീയമായ എന്തോ ഒരു പ്രഭ വന്നതുപോലെ ദുന്യവിയായ എല്ലാ ചിന്തയും മാറിപ്പോയി. അതങ്ങനെയാണ് ചില ആളുകളുടെ ഭക്ഷണം, ബറക്കത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂറുൽ മുഅ്മിനി ശിഫാഉൻ, ഏതൊരു സാധാ മുസ്ലിമിന്റെ, ഏതൊരു മുഅ്മിനിന്റെയും ബാക്കി ഭക്ഷിക്കൽ അത് ശിഫാ ആണ്. ഏതൊരു സാധാ മുഅ്മിനിന്റെയും, ഒരാൾ കുടിച്ച, മുഅ്മിനായ മനുഷ്യൻ കുടിച്ച ബാക്കി വെള്ളം കുടിച്ചാൽ അത് ശിഫാ ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു സാധാ മുഅ്മിനിന്റെ കഥ ഇങ്ങനെയാണെങ്കിൽ ഒരു മജ്സൂബായ വലിയ കുടിച്ച ഭക്ഷിച്ചതിന്റെ ബാക്കി എങ്ങനെയായിരിക്കും? നമുക്കൊക്കെ അറിയാം, കുട്ടി ജനിച്ചാൽ നാം തഹ്നീക്ക് നടത്താറുണ്ട്. ഏതെങ്കിലും നല്ല സ്വാലിഹായ ഒരു മഹാന്റെ സമീപത്ത് പോയി ഒരു കാരക്കയോ മറ്റോ എടുത്ത് ആ മഹാന്റെ വായിൽ അല്പൊന്ന് ചവച്ചരച്ച് ആ ഉമിനീർ ആദ്യമായി കുട്ടിയുടെ വായിലേക്ക് എത്തണമെന്ന വാശിയിൽ, എന്ന നിയത്തോടുകൂടെ കുട്ടിക്ക് തഹ്നീക്ക് കൊടുക്കാറുണ്ട്. അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വായിലേക്ക് ആദ്യമായി കാരക്ക ചവച്ചു വെച്ച് കൊടുത്ത സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ ചില ആളുകളുടെ ഭക്ഷണത്തിന്റെ ബാക്കി അത് വലിയ ബറക്കത്താണ്. ചില ആത്മാവിന്, ചില വായുവിന്, ചില ഭക്ഷിച്ചതിന്റെ ബാക്കിക്കൊക്കെ വലിയ ബറക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് നാം കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി എല്ലാ മുഅ്മിനും കിടക്കുന്ന സമയത്ത് ഒന്ന് കയ്യിലേക്ക് ഓതി തല മുതൽ കാല് വരെ തടവണം. എല്ലാ പിശാചിനെ തൊട്ടും കാവലുണ്ടാകുമെന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. അതെന്തിനാ? ആ ഊത്തിൽ വലിയ ബറക്കത്തുണ്ട്, ആ വായിൽ വലിയ ബറക്കത്തുണ്ട്, കാരണം ദിക്ർ ചൊല്ലിയ ഊതിയതാണ്. അതുപോലെ ഹാജാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾക്ക് അന്ന് മാറ്റമാണ്. പിന്നെ ബഹുമാനപ്പെട്ട ജീവിതം വലിയ അത്ഭുതമുള്ള ജീവിതമാണ്. അതോടുകൂടെ ദുനിയാവിനോട് താല്പര്യമില്ല. ഉടൻ തന്നെ ആ അനന്തരമായി ലഭിച്ച സ്വത്ത് ബഹുമാനപ്പെട്ടവർ വഖഫ് ചെയ്യുകയാണ്. എന്റെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് വഖഫ് ചെയ്യുകയാണ്. കുടുംബക്കാരെല്ലാവരും അത്ഭുതപ്പെട്ടു. എന്തിനാ മോനെ ഇങ്ങനെല്ലാം ചെയ്യുന്നത്? നിനക്ക് ജീവിക്കണ്ടേ? നിന്റെ ആകെയുള്ള സ്വത്ത് നീ പാവപ്പെട്ടവർക്ക് വഖഫ് ചെയ്താൽ നീ എന്ത് ചെയ്യും? പലരും പലതും ചോദിച്ചു. പക്ഷേ ഹാജാ തങ്ങൾ അതൊന്നും വകവെച്ചില്ല. വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണം. ഹാജാ തങ്ങളുടെ ജീവിതം വളരെ വ്യക്തമായി പഠിച്ചാൽ ഹാജാ തങ്ങളെ പോലുള്ള ഒരാൾ ഇന്ത്യയിലില്ല നമുക്ക് 100% ബോധ്യപ്പെടും. വളരെ ചുരുക്കി ബഹുമാനപ്പെട്ടവരുടെ ജീവിതം വളരെ ചുരുക്കിയ സമയത്തിൽ പറയാൻ പോസിബിൾ അല്ല, സാധ്യമല്ല. എന്നാലും അവിടുത്തെ ജീവിതത്തിലെ പ്രധാന ഭാഗങ്ങളിലേക്ക് ചെറിയൊരു എത്തിനോട്ടം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഹാജാ തങ്ങൾ പിന്നെ ഉടൻ തന്നെ യാത്ര പോകണമെന്നുള്ള ചിന്തയാ. ജീവിതം മുഴുവൻ യാത്ര, ജീവിതം പൂർണ്ണമായി യാത്ര. ആ 15-ാം വയസ്സിൽ ബഹുമാനപ്പെട്ടവർ നേരെ പോവുകയാണ് റഷ്യയിലെ ബുഖാറ പട്ടണത്തിലേക്ക്. ബുഖാറ പട്ടണത്തിൽ പോയി അന്നുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ഹിസാബുദ്ദീൻ റളിയല്ലാഹു അൻഹു കണ്ടു.
അവിടെ നിന്ന് തഫ്സീറും ഫിഖ്ഹും അഖീദയും എല്ലാം വളരെ മഹാറത്തോടുകൂടെ പഠിച്ചെടുത്തു. പിന്നെയും യാത്രയാണ്. പിന്നെ ഇറാഖിലേക്ക് യാത്ര. ഇറാഖിലെ ഹാറൂനിയ എന്ന പട്ടണം ലക്ഷ്യമാക്കി പോവുകയാണ്. പോകുന്നതിനിടയിൽ അന്ന് ബഗ്ദാദിൽ ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവര് തിളങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ബഹുമാനപ്പെട്ട ഖൗസുൽ ആദമിന്റെ പ്രഭാഷണം അന്ന് ആംപ്ലിഫയർ ഇല്ല, മൈക്കില്ല, ഒരൊറ്റ പ്രഭാഷണം ഒന്നുമില്ലാതെ 75,000-ഓളം ആളുകൾ കേൾക്കാൻ എല്ലാ വ്യാഴാഴ്ചയും വരാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ആ ഹാജാ തങ്ങളുടെ സമീപത്തേക്ക്, ഖൗസുൽ ആദമിന്റെ സമീപത്തേക്ക് പോകുന്നു. ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വേറൊരു യാഥാർത്ഥ്യം, ഹാജാ തങ്ങളും ഖൗസുൽ ആദവും രണ്ടും കുടുംബക്കാരാണ്. വകയിലുള്ള ഒരു അമ്മാവനാണ്. ഹാജാ തങ്ങളുടെ അമ്മാവൻ കൂടെയാണ് ബഹുമാനപ്പെട്ട ഖൗസുൽ ആദം. ഖൗസുൽ ആദം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ സമീപത്തേക്ക് എത്തിയപ്പോൾ, ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ സദസ്സിലേക്ക് അങ്ങ് കയറിയപ്പോൾ ഖൗസുൽ ആദം സദസ്സിൽ നിന്ന്, കസാരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ കുട്ടി ചില്ലറക്കാരനല്ല, ഒരു സാധാരണ കുട്ടിയല്ല. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കുട്ടി മുഖാന്തരം ഇസ്ലാമിലേക്ക് കടന്നു വരും. ഒരു അത്ഭുത കുട്ടിയാണ്. ബാക്കിയുള്ള എല്ലാ മുതഅല്ലിമീങ്ങളോടും പറഞ്ഞു കൊടുത്തു. അധികകാലം അവിടെ താമസിച്ചില്ല. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അവിടുന്ന് യാത്ര ചെയ്തു. ഹാറൂനിയ പട്ടണത്തിൽ അന്ന് ഏറ്റവും വലിയ ആരിഫായി അറിയപ്പെട്ടിരുന്ന ഉസ്മാനുൽ ഹാറൂനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ സമീപത്തെത്തി. ബഹുമാനപ്പെട്ടവരുടെ ളാഹിരിയും ബാത്തിനിയുമായ എല്ലാവിധ ഇൽമും സമ്മേളിച്ച വലിയ മഹാനാണ് ഉസ്മാനുൽ ഹാറൂനി. ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് പോയി, എനിക്ക് എന്തെങ്കിലും ഇൽമു പഠിക്കണം. ഒഴിഞ്ഞു മാറി, ഞാൻ തന്നെ വലിയ പ്രയാസത്തിലാണ്, എന്റെ കയ്യിൽ ഒരു ഇൽമുമില്ല. ബഹുമാനപ്പെട്ടവർ പിന്നാലെ തന്നെ കൂടി. അവസാനം സമ്മതം മൂളി. 20 വർഷം ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ കൂടെ തന്നെയാണ്. ഈ 20 വർഷത്തിനിടയിൽ ഒരു ഇൽമും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതാണ് രസം. ഒരു ഇൽമും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. കൂടെ തന്നെ കൂടുകയാണ്. ഊതെടുക്കുന്ന വെള്ളം എന്തെങ്കിലും ഹിദമ ചെയ്ത് ഇങ്ങനെ 20 വർഷം ഒരു മനുഷ്യന്റെ ആയുസ്, ആ ആയുസ് പൂർണ്ണമായും കളയുകയാണ്. കളയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലുള്ള കളയലാണ്. പല ആളുകളും പല മുതഅല്ലിമീങ്ങളും ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്നു. പക്ഷേ ഒന്നും പറഞ്ഞു കൊടുക്കാത്തത് കാരണം എല്ലാവരും പോവുകയാണ്, പിരിഞ്ഞു പോവുകയാണ്. 20 വർഷം കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ സമീപത്ത് പിന്നെ ആരുമില്ല, ഹാജാ തങ്ങൾ മാത്രമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ചിലത് പറഞ്ഞു തരാം. പിന്നെയുള്ള 2.5 വർഷം വല്ലാത്തൊരു വിപ്ലവകരമായ ഒരു വർഷമായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ആധ്യാത്മികമായ ലോകത്തേക്ക് ഹാജാ തങ്ങൾ ഉയർത്തിക്കളഞ്ഞു. 2.5 വർഷം കൊണ്ട് എല്ലാ ഗൈബിയായ ലോകവും തുറന്നു കൊടുത്തു. എല്ലാവിധ ഫുനൂനുകളും ബഹുമാനപ്പെട്ടവർക്ക് തുറന്നു കൊടുത്തു. ഹാജാ തങ്ങൾക്കറിയാം ഉസ്മാനുൽ ഹാറൂനി ആരാണെന്ന്. ഹാജാ തങ്ങൾക്കറിയാം. അങ്ങനെയാണ് ചില ആളുകളെ കൂടെ തന്നെ കൂടിയാൽ മതി. അത് ഓതുന്ന മുതഅല്ലിമീങ്ങൾക്കറിയാം. മനസ്സ് നന്നാകാനുള്ള 5 മരുന്നുകൾ അത് കീഴിൽ പഠിപ്പിച്ചപ്പോ 5ാമതായി പഠിപ്പിച്ച മരുന്ന് വമുജാലസാതുസ് സാലിഹീനൽ ഫുള്ളലാ, സച്ചരിതരായ മഹാരഥന്മാരോടുള്ള സഹവാസം. ഹയാത്തിലുള്ളവരാകട്ടെ വഫാത്തായി പോയവരാകട്ടെ അവരോടുകൂടെയുള്ള ഒരു സഹവാസം, അത് ഈമാനികമായ ആധ്യാത്മികമായ മുന്നേറ്റത്തിന് വലിയ പവർ നൽകുന്നതാണ്. അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായ ഉണ്ടാകും. ആത്മീയമായ ഒരു കിരണങ്ങളുടെ പാസിംഗ് അവിടെ നടക്കും. അതല്ലേ ഒരിക്കൽ ആന്ത്രോത്ത് ദ്വീപിലുള്ള ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടത് കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ വന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് വന്ന് ഒന്നിങ്ങനെ നോക്കിപ്പോയി. വേറൊന്നുമല്ല, ദ്വീപെന്ന് വന്നതാണ്. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നോക്കുക. ആ ഓട്ടം മാത്രം മതി. പക്ഷേ നോക്കുന്ന ആളും നോക്കപ്പെടുന്ന ആളും അങ്ങനത്തെ ആളാകണം. അങ്ങനെ ഒരുപാട് സംഭവം ഹദീസിൽ തന്നെ കാണാം. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു ലോകമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ പഠിച്ചതെല്ലാം മറന്നു പോകുന്നു നബിയെ.
ഞാൻ പഠിച്ചതെല്ലാം അപ്പം തന്നെ മറന്നു പോകുന്നു, എനിക്ക് പരിഹാരം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു അരിഷ്ടത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തതല്ല, ഏതെങ്കിലും ഒരു ഗുളിക എഴുതി കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉബ്സുത്തിരി ഇദാക യാ അബാ ഹുറൈറ, നിന്റെ വിരിപ്പൊന്ന് ഇങ്ങനെ കാട്ടൂ, വിരിപ്പൊന്ന് നീട്ടിത്തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരിപ്പിലേക്ക് എന്തോ വായുവിൽ നിന്ന് കോരിയിടുന്നത് പോലെ ആർക്കൊന്നും കാണാൻ സാധ്യമല്ല, സ്വഹീഹായ ഹദീസാണ്. എന്നിട്ട് പറഞ്ഞു, ഒന്ന് ചേർത്ത് പിടിക്കൂ. ഞാൻ ചേർത്ത് പിടിച്ചു. ഫമാ നസീതു ബഅദു, പിന്നെ ഞാൻ അതിനുശേഷം പഠിച്ചതൊന്നും മറന്നിട്ടില്ല. പ്രത്യേകമായ ഒരു ആത്മീയമായ ലോകമുണ്ട്. ആ ലോകം മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ആ ലോകം രുചിച്ചറിഞ്ഞ ചില മഹാന്മാർ, ആ മഹാന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീനുൽ ജിശ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. 20 വർഷം 22.5 വർഷം ഉസ്മാനുൽ ഹാറൂനിയുടെ കൂടെ ജീവിച്ചു. ബഹുമാനപ്പെട്ടവർ 2.5 വർഷത്തിന് ശേഷം പിന്നെ റിയാദക്ക് വിടുകയാണ്. പോയിക്കോ, ലോകം മൊത്തം കറങ്ങൂ. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പിന്നെ നേരെ സിറിയയിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ ജീവിതത്തിൽ 10,000 കിലോമീറ്റർ നടന്നു. 10,000 കിലോമീറ്ററുകൾ നടന്ന മഹാനാണ്. സിറിയയിൽ പോയി അന്ന് അവിടെയുള്ള ഏറ്റവും വലിയ ആരിഫായ ഇമാം ഖസ്വീനി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയി. ബഹുമാനപ്പെട്ട ഒരു ഗുഹയിൽ ഒരു പൊത്തിൽ താമസിക്കുന്ന കാലമാണ്. ഒരു പൊത്തിൽ ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഖസ്വീനി റഹിമഹുള്ളയെ തപ്പിപ്പിടിച്ചു. അവിടെ നിന്ന് ആത്മീയമായ എല്ലാവിധ ഇൽമും അവിടെ നിന്ന് കരഗതമാക്കേണ്ടതെല്ലാം കരഗതമാക്കി. ബഹുമാനപ്പെട്ട ഖസ്വീനി ഇമാമിന്റെ സമീപത്ത് എപ്പോഴും 2 സിംഹങ്ങൾ ഉണ്ടാകുന്ന ആ ബഹുമാനപ്പെട്ടവരുടെ കൂടെ കുറച്ചു കാലം ജീവിച്ചു. അതിനുശേഷം വീണ്ടും യാത്രയാണ് ഇറാനിലേക്ക് അബൂ സഈദുൽ തബരീസി റഹിമഹുള്ളയുടെ കൂടെ. അതിനുശേഷം ഉസ്തുർബാബാദിൽ താജുദ്ദീനുൽ ഉസ്തുർബാബാദിയുടെ കൂടെ വീണ്ടും റഷ്യയിലേക്ക് തന്നെ തിരിക്കുകയാണ്. അന്ധനായ ഒരു ദർവേശിന്റെ കൂടെ പിന്നെ വീണ്ടും ഒരുപാട് കാലം ജീവിക്കുന്നു. അതിനുശേഷം സമർഖന്ദിലേക്ക്, അതിനുശേഷം പാകിസ്ഥാനിലെ മുൾട്ടാനിലേക്ക്. ഇതൊക്കെ ചെറിയ അകലമുള്ള സ്ഥലമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. 1000 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉള്ള രാജ്യങ്ങളുടെ അകലമുള്ള സ്ഥലങ്ങളിലേക്ക് നടന്നുള്ള യാത്രയാണ്. ആ കാലഘട്ടത്തിൽ ആധ്യാത്മികമായ ഉന്നതിയിൽ നിൽക്കുന്ന എല്ലാ മഹാന്മാരുടെയും ആശീർവാദവും പൊരുത്തവും സമ്പാദിക്കാൻ അതിനുശേഷം മുൾട്ടാനിലേക്ക് പോകുന്നു, ലാഹോറിലേക്ക് പോകുന്നു, അതിനുശേഷം ഗസ്നിയിൽ പോകുന്നു, ശേഷം ബൽഹയിൽ പോകുന്നു. അവിടുന്ന് ശേഷം റിട്ടേൺ ആയി ബഗ്ദാദിലേക്ക് തന്നെ വരുന്നു. 20 വർഷം ചുറ്റിക്കറങ്ങിയതിനു ശേഷം 40-55 വയസ്സിൽ വീണ്ടും ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനിയുടെ സമീപത്തെത്തുന്നു. 20 വർഷത്തോളം റിയാദകൾ വീട്ടി. ആ വർഷക്കാലങ്ങൾക്കിടയിൽ 40 വർഷത്തിനിടയിൽ ബഹുമാനപ്പെട്ടവർ ഒരു റൊട്ടി മാത്രം ഭക്ഷിച്ചു. രാത്രി മുഴുവൻ നിസ്കാരം, പകൽ മുഴുവൻ നോമ്പ്. ഇങ്ങനെ ജീവിച്ചു. അത്ഭുതപ്പെടുത്തുന്ന ജീവിതമാണ്. അങ്ങനെ ഉസ്മാനുൽ ഹാറൂനിയുടെ സമയത്ത് രണ്ടാമതായി പോയി. ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അരുമ ശിഷ്യനെയും കൂട്ടി ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് സിയാറത്തിന് പോകുന്നു. അതിനു മുമ്പ് മക്കയിൽ പോയി തവാഫ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാവിധ ആശീർവാദവും അരുമ ശിഷ്യൻ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. വീണ്ടും കറക്കമാണ്. 70 വയസ്സാകുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനാമിൽ വന്ന് പറയുന്നു, യാ ഹാജാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ രാജാവാണ്, അതുകൊണ്ട് അജ്മീറിലേക്ക് പോകണം. അവിടെ ഇസ്ലാമില്ല, അവിടെ പോയി പ്രബോധനം ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ചരിത്രം വളരെ ഷോർട്ടാക്കി പറയുകയാണ്. ഹാജാ തങ്ങൾ തന്റെ ശിഷ്യന്മാരായ 40 ആളുകളെയും കൂട്ടി നേരെ ഡൽഹിയിലേക്ക് വരുന്നു. ഇസ്ലാം അവിടെ എങ്ങാനും ഒന്നൊന്നും എത്തിയിട്ടില്ല. അൽഹംദുലില്ലാഹ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മാലിക് ബിൻ ദീനാറിന്റെ നേതൃത്വത്തിൽ ഇസ്ലാം എത്തിയ നാടാണ് നമ്മുടെ കേരളം. നമുക്ക് അഭിമാനിക്കാൻ വകയുള്ള വലിയൊരു മേറ്ററാണത്. പക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ അന്ന് ഇസ്ലാം എത്തിയിട്ടില്ല.
ഡൽഹിയിലേക്ക് പ്രബോധനത്തിന് വന്ന ഹാജാ തങ്ങൾ സുബ്ഹാനല്ലാഹ് അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ ജീവിതവും കണ്ട് ഓരോ ദിവസവും ഇസ്ലാമിലേക്കുള്ള ഒഴുക്കുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ ദിവസം തന്നെ 70ഉം 100ഉം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. 70ഓളം പട്ടാളങ്ങൾ ഒരൊറ്റ ദിവസം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അവിടെ ഇസ്ലാമിന് ഏകദേശം ഒരു സെറ്റപ്പ് വന്നപ്പോ സുബ്ഹാനല്ലാഹ് കത്തിയില്ല, വാളില്ല, ആയുധങ്ങളില്ല. ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആയുധം വേണ്ടതുണ്ടോ? ഇസ്ലാം പ്രചരിപ്പിക്കാൻ മൂർച്ചയുള്ള കത്തി വേണ്ടതുണ്ടോ? ആരോടെങ്കിലും സമരങ്ങൾ നടത്തേണ്ടതുണ്ടോ? യുദ്ധങ്ങൾ നടത്തേണ്ടതുണ്ടോ? ഒന്നുമില്ല. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സഹാബത്ത് പ്രബോധനത്തിന് പോയപ്പോൾ യമനിലേക്ക് പ്രബോധനത്തിന് പോയ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ആരും കത്തി കൊടുത്തയച്ചിട്ടില്ല. റഷ്യയിലേക്ക് പ്രബോധനത്തിന് പോയ സഅദ് ബിൻ വഖാസ് തങ്ങളുടെ കയ്യിൽ വാളില്ല. തമിഴ്നാട്ടിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വന്ന തമീമുദ്ദാരിയുടെ കയ്യിൽ ആയുധങ്ങളില്ല. അവരുടെ മനോഹരമായ ജീവിതം ആസ്വദിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒഴുക്ക് വർദ്ധിച്ചപ്പോൾ ഡൽഹിയിൽ ഇസ്ലാമികമായ ഒരു കേന്ദ്രം രൂപപ്പെട്ടു. ഹാജാ തങ്ങൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമീറായ പക്വതയുള്ള ഒരു മുതഅല്ലിമിനെ, ഒരു ശിഷ്യനെ ബഖ്തിയാർക്കാക്കിയ അവിടത്തെ ഒരു അമീറായി നിയമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാൻ നിർദ്ദേശിച്ച് അജ്മീറിലേക്ക് യാത്ര തുടരുന്നു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ അജ്മീറിലെത്തുകയാണ്. അജ്മീറിന്റെ മഹത്വം എന്താണ്? ആ മഹത്വം അജ്മീറിൽ പോകാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ലോകത്ത് ഇരുഹറമേനികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അജ്മീർ. അല്ലാഹു പല തവണകളായി അവിടെ പോകാനും സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാകട്ടെ. അക്ബർ ചക്രവർത്തി ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ച, വളരെ മനോഹരമായ സുന്ദരമായ ഭരണം കാഴ്ചവെച്ച അക്ബർ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. മക്കളുണ്ടായാൽ ഉടൻ തന്നെ മരണപ്പെട്ടു പോകും. വല്ലാത്ത പ്രയാസം. എന്ത് ചെയ്യും? ഒരു പരിഹാരമായി എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട അക്ബർ ചക്രവർത്തി അന്നാട്ടിലുള്ള ആ കാലഘട്ടത്തിലെ പലരെയും സമീപിച്ച് പരിഹാരം അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, നിങ്ങൾ കരുതുന്നുണ്ടാകും നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ രാജാവ്. നിങ്ങളല്ല രാജാവ്. രാജാവ് അജ്മീറിൽ കിടക്കുന്നുണ്ട്, അവിടേക്ക് പോയിക്കോ. ബഹുമാനപ്പെട്ട അക്ബർ ചക്രവർത്തി നടന്നുകൊണ്ട് ഡൽഹി മുതൽ അജ്മീർ വരെ നഗ്നപാതനായി നടന്നു, സിയാറത്ത് ചെയ്തു. പിറ്റേത്തെ വർഷം മകനുണ്ടായി എന്ന് ചരിത്രത്തിൽ കാണാം. ഇതാരും പറയല്ല, നിഷ്പക്ഷമായ പഠനം നടത്തുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും, ചരിത്രബോധമുള്ള, ചരിത്ര താല്പര്യമുള്ള ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ഔറംഗസീബ്, ഡൽഹിയുടെ സൽത്തനത്ത് കയ്യിലുണ്ടായിരുന്ന ഔറംഗസീബ് ഒരിക്കലും പോലും ചെരുപ്പ് ധരിച്ചുകൊണ്ട് അജ്മീറിലേക്ക് കടന്നുപോയിട്ടില്ല. ഡൽഹി മുതൽ 2 ചെരുപ്പും കയ്യിൽ പിടിച്ച് തൂക്കിപ്പിടിച്ച് ഡൽഹി മുതൽ അജ്മീറിലേക്ക് സിയാറത്തിന് പോകാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അജ്മീറായി പരുവപ്പെടുത്തിയ നേതാവാണ് സുൽത്താനുൽ ഹിന്ദ് ഖാജാ. അജ്മീറിൽ ഒരു രാത്രി സമയത്താണ് എത്തുന്നത്. സുബ്ഹാനല്ലാഹ്. രാത്രിയിൽ അന്നത്തെ രാജാവായിരുന്ന അജ്മീർ അടക്കി ഭരിച്ചിരുന്ന പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഒട്ടകങ്ങളെല്ലാം കെട്ടിയിടുന്നൊരു വലിയ തോട്ടത്തിലേക്കാണ് ബഹുമാനപ്പെട്ടവരും സംഘവും 40 ആളുകളും കയറി ചെല്ലുന്നത്. ഒട്ടകങ്ങൾ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ താമസിക്കാൻ, രാത്രി വിശ്രമിക്കാൻ ഇറങ്ങിയപ്പോ ഒട്ടകത്തെ മേയ്ക്കുന്ന, ഒട്ടകത്തെ നോക്കി നടത്തുന്ന ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ഇവിടെ കിടക്കാൻ പാടില്ല, ഇത് രാജാവിന്റെ ഒട്ടകങ്ങൾ കിടക്കുന്ന വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഹാജാതങ്ങളും ശിഷ്യന്മാരും പറഞ്ഞു, ഞാൻ ആരെയും ബുദ്ധിമുട്ടാക്കാൻ ഞങ്ങളില്ല, ഞങ്ങളൊരു മൂലയിൽ കിടന്നുറങ്ങിക്കോളാം. പറ്റില്ല, ഇപ്പൊ എഴുന്നേറ്റ് പോകണം. ഇത് കേട്ടപ്പോ ഹാജാതങ്ങൾ പറഞ്ഞു, എന്നാൽ ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ, ഒട്ടകങ്ങൾ അവിടെ കിടക്കട്ടെ. ബഹുമാനപ്പെട്ടവരും സംഘവും ഇന്ന് നമുക്ക് കാണാവുന്ന ആനാസാഗർ തടാകത്തിന്റെ സമീപത്തേക്ക് പോയി, നടന്നുപോയി. നേരം പുലർന്നു, ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല. പഠിച്ച പണി 18 ശ്രമിച്ചു,
ഒട്ടകം അവിടെ കിടക്കട്ടെ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ പുലർന്നിരിക്കുന്നു. ഉടൻ തന്നെ ഒട്ടകത്തിന്റെ തോഴൻ ഹാജാ തങ്ങളുടെ സമീപത്ത് വന്ന് മാപ്പ് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പരിഹാരം പറഞ്ഞ ഒട്ടകങ്ങളോ എഴുന്നേൽപ്പിക്കണം. ഞാൻ വല്ലാത്ത പ്രയാസം, ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. ഹാജാ തങ്ങൾ പറഞ്ഞു, എന്നാൽ എഴുന്നേൽക്കട്ടെ. ആ വാക്കോടുകൂടെ ഒട്ടകങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ശരിക്കും മനസ്സിലാക്കണം. കിടക്കട്ടെ എന്ന് പറയുമ്പോഴേക്ക് അവിടെ കിടന്നു, എഴുന്നേൽക്കുന്നില്ല. എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്ക് എഴുന്നേറ്റു. ഒരാളും ഇന്നുവരെ നിഷേധിച്ചിട്ടില്ലാത്ത സംഭവം, ഏതൊരാൾക്കും പഠനം നടത്തിയാൽ ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ ബഹുമത രാജ്യമായ ഇന്ത്യയിൽ ഇത്ര കാലമായി ഒരു മതസ്ഥനും അജ്മീറിനെ നേരെ വിരൽ ചൂണ്ടിയിട്ടില്ല. ആര് ഭരിക്കുകയാണെങ്കിലും ആര് ഭരണത്തിലേറിയാലും ഹാജാ തങ്ങളുടെ സമീപത്ത് പോയി സാഷ്ടാംഗം ചെയ്ത് അതവോട് ഗുരുത്വത്തോടെ പൊരുത്തം വാങ്ങിയിട്ടല്ലാതെ ഒരാളും ഇന്ത്യൻ പാർലമെന്റിൽ കയറിയിട്ടില്ല. അത് ഇന്ത്യയുടെ സുൽത്താനാണ്, ഇന്ത്യയുടെ മലിക്കാണ്. അനാസാഗർ തടാകത്തിന്റെ സമീപത്ത് വിശ്രമിക്കുന്ന ഹാജാ തങ്ങളും ശിഷ്യന്മാരും കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് രാജാവ് പൃഥ്വിരാജ് വിഷയം പറഞ്ഞു. അന്ന് തന്നെ പൃഥ്വിരാജ് പരമാവധി നമ്മുടെ രാജ്യങ്ങളിലേക്ക് വിദേശ രാജ്യത്തു നിന്നും വല്ലവരും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കാരണം ഉമ്മയുടെ ഒരു വാക്കുണ്ട്, മോനെ, നിന്റെ ഭരണമെല്ലാം നശിപ്പിക്കുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തേക്ക് അയൽ രാജ്യത്ത് നിന്ന് കടന്നു വരും, അതോടെ നിന്റെ എല്ലാ ഭരണവും പോകും എന്ന് ഉമ്മ പൃഥ്വിരാജിന്റെ അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ എല്ലാ ബൗണ്ടറിയിലും ആളെ വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ. ചെക്ക് പോസ്റ്റ് ഉണ്ട്, പക്ഷെ ആ ചെക്ക് പോസ്റ്റ് ഒന്നും വകവെക്കാതെ ഹാജാത്തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പൃഥ്വിരാജ് വളരെയധികം കർശനമാക്കി, അവരിവിടെ നിന്ന് ഉടനെ ഓടിക്കണം. സുബിഹി സമയത്ത് ബഹുമാനപ്പെട്ട ഹാജാതങ്ങളും ശിഷ്യന്മാരും വെള്ളമെടുത്തു, ഒതുവെടുത്തു. വിവരം പറഞ്ഞു, രാജാവ് ആളെ വിട്ടു. അവിടെ നിൽക്കാൻ പാടില്ല, വെള്ളമെടുക്കാൻ പാടില്ല, കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഒതുവെടുത്തു പോകാൻ പാടില്ല. ഇത് കേട്ടപ്പോ ഹാജാതങ്ങൾ ആ കുളത്തിൽ നിന്ന് ഒരൽപ്പം വെള്ളം, ഒരു തൊട്ടിയിൽ ഒരൽപ്പം വെള്ളം കോരി. സുബ്ഹാനല്ലാഹ്, അതോടുകൂടെ ആ ഇന്ന് നാം കാണുന്ന അനാസാഗർ തടാകത്തിലെ വെള്ളം പറ്റി വരണ്ടു എന്ന് മാത്രമല്ല, അജ്മീറിലെ സർവ്വ കിണറിലെയും വെള്ളം പറ്റി വരണ്ടു എന്ന് മാത്രമല്ല, അന്ന് ഗർഭിണികളായിരുന്ന ഉമ്മമാരുടെ മുലപ്പാലിലെ പാല് പോലും പറ്റി വരണ്ടു. സംഭവം രാജാവ് പറഞ്ഞു, ഉടൻ തന്നെ വിഷയം ഇടപെടണം. വിഷയത്തിൽ ഇടപെട്ടു. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളോട് പല രൂപത്തിലും അവർ ഒഴിഞ്ഞു മാറാൻ അവർ ആവശ്യപ്പെട്ടു. ഹാജാ തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല, ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല. പക്ഷെ രാജാവ് അതൊന്നും അംഗീകരിച്ചില്ല. അന്നത്തെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് രാംദേവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഹാജാ തങ്ങളുടെ സമീപത്ത് വന്നു സംസാരിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം. പല രൂപത്തിലും സംസാരിച്ചു. പക്ഷേ ഹാജാ തങ്ങളുടെ ഇടപെടൽ കണ്ടപ്പോഴേക്ക് രാംദേവ് മുസ്ലിമായി. ഇതോടുകൂടെ സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞയച്ച ആള്, മസ്ലഹത്തിന് പറഞ്ഞയച്ച ആള് ഈ രൂപത്തിലായപ്പോ എന്ത് പരിഹാരം ചെയ്യുമെന്നറിയാതെ അവസാനം അന്നത്തെ ഏറ്റവും വലിയ സാഹിറായ രാജ്പാൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആ കാലഘട്ടത്തിലെ സാഹിറിനെ കൊണ്ടുവന്നു. 1500ഓളം വരുന്ന ശിഷ്യന്മാരോടുകൂടെ രാജ്പാൽ അവിടെ വന്ന് വലിയ മാരണങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട ശിഷ്യന്മാരും ഹാജാതങ്ങളും ഒരു വൃത്തം വരച്ചു. ഹാജാതങ്ങൾ ഒരു വൃത്തം വരച്ചു. ഈ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. 40 ആളെയും ആ വൃത്തത്തിനുള്ളിൽ തന്നെ ഒതുക്കി നിന്നു. സുബ്ഹാനല്ലാഹ്, രാജ്പാൽ വലിയ സിഹിർ നടത്തി, വലിയ മാരണം നടത്തി, പാമ്പുകൾ അയച്ചുവിട്ടു. പക്ഷേ പാമ്പുകൾ ആരും വൃത്തത്തിലേക്ക് കടക്കുന്നില്ല, വൃത്തത്തിനകത്തേക്ക് പ്രവേശിക്കുന്നില്ല. അവസാനം അന്ന് പറക്കാൻ കഴിവുള്ള മാന്ത്രിക വിദ്യ കൊണ്ട് പറക്കാൻ പോലും കൽപ്പുള്ള ജയ്പാൽ പറക്കാൻ തുടങ്ങി. അത്രക്കും വലിയ സാഹിറാണ്. ആ സമയത്ത് ഹാജാതങ്ങൾ തന്റെ മെതിയുടെ എടുത്ത്
അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മെതിയുടെ അടിച്ച് താഴ്ത്തി രാജപാലിനെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് മുസ്ലിമായി. ആ കൂട്ടത്തിലുള്ള 1500 ആളുകളും മുസ്ലിമായി. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ സുന്ദരമായ, ആരെയും പ്രയാസപ്പെടുത്താതെ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം ലോകത്ത് മുഴുവൻ വ്യാപിപ്പിച്ച ആരെല്ലാം ഏതെല്ലാം മൗലിയാക്കളെ പരിശോധിച്ചാലും പഠനം നടത്തിയാലും അവരുടെ സുന്ദരമായ ജീവിതം കാരണം, അല്ലാഹു കൊടുത്ത കറാമത്ത് കാരണം, ഇതെല്ലാം കറാമത്താണ്. എന്തിനാണ് അല്ലാഹു കറാമത്ത് നൽകിയത്? കറാമത്തിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ വരാനാണ്. മുഅ്ജിസത്ത് എന്തിനാണോ നൽകിയത്, അതേ ആവശ്യത്തിന് വേണ്ടിയാണ് അല്ലാഹു ഔലിയാക്കൾക്ക് കറാമത്ത് നൽകിയത്. കറാമത്ത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. ആ കറാമത്തിലൂടെ ഇസ്ലാമിലേക്ക് ആയിരങ്ങളുടെ ഒഴുക്കുണ്ടായിട്ടുണ്ട്. ഹാജാത്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടവരെ ജീവിപ്പിച്ച ചരിത്രം. മരണപ്പെട്ട ആൾക്കാരെ ജീവിപ്പിക്കാൻ ഒരു മനുഷ്യന് കഴിയോ? സുബ്ഹാനല്ലാഹ്, ഒരു വലിയനും സ്വന്തമായി കഴിവുണ്ടെന്ന് ആരും ഇവിടെ പറയുന്നില്ല. സ്വന്തമായി ഒരാളെ ജീവിപ്പിക്കാനുള്ള കഴിവ് ഒരാൾക്കും അല്ലാഹു കൊടുത്തിട്ടുമില്ല. ഒരു നബിക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഒരു വലിയനും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു ഡയറക്റ്റായി സ്വന്തമായി ഇവിടെ ഒരു സംവിധാനവും ചെയ്യുന്നില്ല. മഴ പെയ്യുന്നതും അതുപോലെ ഇടിമിന്നലേൽക്കുന്നതും ദുനിയാവിൽ എന്തെല്ലാം ക്രയവിക്രയങ്ങൾ നടക്കുന്നുവോ അല്ലാഹു ഒരാളെ മീഡിയേറ്റർ ആക്കിയിട്ടല്ലാതെ, വാസിത്ത വെച്ചിട്ടല്ലാതെ, മധ്യവർത്തികളെ വെച്ചിട്ടല്ലാതെ അല്ലാഹു ഇവിടെ ഒരു ക്രയവിക്രയവും നടത്തുന്നില്ല. ഹാജാ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ഒരു വൃദ്ധയായ മാതാവ് എന്ന് ഹാജാ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എന്റെ മകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 11ാമത്തെ പൗത്രനാണ് ഹാജാ തങ്ങൾ. എന്റെ മകൻ മരണപ്പെട്ടു പോയി. എനിക്ക് വേറെ ആരുമില്ല. എന്റെ ജീവിതം വളരെ പ്രയാസത്തിലാണ്. എനിക്കാരുമില്ല. ഹാജാ തങ്ങൾ അവിടെ പോയി. ഇന്നാണോ മരണപ്പെട്ടത്? അതെ, ഇന്ന് മരണപ്പെട്ടതാണ്. മയ്യത്തിന്റെ സമീപത്ത് പോയി അള്ളാഹുവിന്റെ പെർമിഷനോടുകൂടെ ഒന്ന് എഴുന്നേൽക്കണം, അള്ളാഹുവിന്റെ പെർമിഷനോടുകൂടെ ഒന്ന് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു നിന്നു. അത് ഹാജാ തങ്ങളുടെ കഴിവാണെന്നാരും പറയണ്ട. അത് ഹാജാ തങ്ങൾക്ക് അല്ലാഹു നൽകിയ കഴിവാണ്. അത് ഏത് വ്യക്തിക്കും നൽകും. പക്ഷേ വിലായത്തിന്റെ മർത്തബയിലെത്തണം. വിലായത്തിന്റെ മർത്തബയിൽ എത്താൻ എന്ത് ചെയ്യണം? അൽ അബ്ദു ഇദാ വളബ അല ത്വാഅതി ബലഗ ഇലൽ മഖാം. അങ്ങേയറ്റം ഇബാദത്തുകൾ ചെയ്താൽ, ഹാജാ തങ്ങളുടെ ചരിത്രം നാം പഠിച്ചു, ജീവിതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാം തന്നെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച നേതാവാണ് ഹാജാ തങ്ങൾ. ആ ഹാജാ തങ്ങൾ അല്ലാഹുവിന്റെ പ്രിയങ്കരനായപ്പോൾ അല്ലാഹു കൊടുത്ത കഴിവാണ്, അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഴിവാണ്. ആ കഴിവ് കൊണ്ട് ഹാജാ തങ്ങൾ ഒരു വിഷയം സത്യം ചെയ്ത് ചോദിച്ചപ്പോ അല്ലാഹു ആ സമയം തന്നെ അതിന് ഉത്തരം നൽകി. ഒരു ദിവസം അതെന്തിനാണ്? ആ കറാമത്ത് കാരണമായി ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനാണ്. നമ്മുടെ പരിസരത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന, ചെരിച്ചിൽ മഖബറയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഫരീദുദ്ദീൻ ഇബ്നു മുഹിയുദ്ദീൻ, ഈ കൂട്ടത്തിൽ ഇത്ര ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരിലൂടെ സുന്ദരമായ ഇസ്ലാമിലേക്ക് പുലുകിയ എത്ര ആളുകളുണ്ടെന്ന് എത്ര ആളുകൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പരിസരങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും പരിശോധിച്ചാൽ, മമ്പുറത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ബാലവി തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ എത്രയെത്ര ആളുകളാണ് സുന്ദരമായ ഇസ്ലാമിലേക്ക് അവർ കാരണമായി കടന്നു വന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അല്ലാഹു കൊടുത്ത ജീവിതം സുന്ദരമായ ജീവിതവും കറാമത്തും കൊണ്ടാണ്. ഹാജാ തങ്ങൾ ഒരു ദിവസം തീയാരാധകരായ ഒരു കൂട്ടം ആളുകൾ തീനെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീമിന്റെ സമീപത്ത് കൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് ഹാജാ തങ്ങൾ അവരുടെ സമീപത്ത് പോയി അവരോട് പറഞ്ഞു, നിങ്ങൾ ആരാധിക്കുന്ന തീ, നിങ്ങൾ ഒരുപാട് കാലമായി ആരാധിക്കുന്ന തീ, ആ തീയിലേക്ക് നിങ്ങൾക്കൊന്ന് നടക്കാമോ? ആയിലേക്കൊന്ന് നിങ്ങളെ കൈയൊന്നിടുമോ? നിങ്ങൾ ആരാധിക്കുകയല്ലേ, നിങ്ങൾ ഒരിക്കലും അവർ ശിക്ഷിക്കൂലല്ലോ, തീ നിങ്ങളെ ശിക്ഷിക്കൂലല്ലോ, കാരണം നിങ്ങൾ ആരാധിക്കുന്നതല്ലേ.
അത് പറഞ്ഞു ഞങ്ങൾക്കത് സാധ്യമല്ല. ഹാജ തങ്ങൾ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയെയും പിടിച്ച് തീയിലേക്ക് അങ്ങ് ചാടി. സുബ്ഹാനല്ലാഹ്. എല്ലാവരും പ്രയാസപ്പെട്ട് എന്ത് സംഭവിക്കുമെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഹാജാ തങ്ങൾ ആ കുട്ടിയെയും പിടിച്ച് സുന്ദരമായി തീയിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്നു. ഒരു പോറലുമേറ്റിട്ടില്ല. കാരണം തീക്ക് കരിക്കാനുള്ള പവർ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ പവർ അല്ലാഹു ഹാജാ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതേതൊരു ബുദ്ധിക്കും അനുവദിക്കാൻ കഴിയുന്ന കറാമത്ത് തന്നെയാണ്. കാരണം ഇതേ മുഅ്ജിസത്ത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവരെ വലിയ തീ കുണ്ടാരം ഒരുക്കി ഫിർഔന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം വിശുദ്ധ ഖുർആനിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ കാഫിരീങ്ങൾ അന്ന് കരുതിയത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി കഥ കഴിഞ്ഞു, ബഹുമാനപ്പെട്ടവർ ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞു എന്നാണ്. പക്ഷേ അല്ലാഹു ഹാജാ തങ്ങളോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയപ്പെട്ട തീയോട് കൽപ്പിക്കുന്നത് ഖുൽ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിന് തണുപ്പ് നൽകണം. യാ നാറു ഓ തീയേ കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ കരിക്കരുത് കേട്ടോ. അല്ലാഹു തീ കരിയരുതെന്ന് കരുതിയാൽ പിന്നെ കരിക്കാൻ തീക്ക് അധികാരമുണ്ടോ? മാഷാ അല്ലാഹു കാൻ വമാ ലം യശഇ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചതല്ലേ ഇവിടെ നടക്കൂ. അവൻ ഉദ്ദേശിക്കാത്തതൊന്നും തന്നെ ഇവിടെ നടക്കില്ലല്ലോ. ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ ചരിത്രം നമുക്കറിയാം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. ആ കാലഘട്ടത്തിൽ ഒരു കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു, അസ്വദുൽ ഉസൈദി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ. ആ ഉവൈസിയുടെ കള്ളപ്രവാചകത്തിൽ പല ആളുകളും വിട്ടുപോയി. അദ്ദേഹത്തെ അംഗീകരിക്കാത്ത പലരെയും നരകത്തിലേക്ക് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കൂട്ടത്തിൽ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. സുബ്ഹാനല്ലാഹ്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ തീക്കുണ്ടാരം അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾക്ക് നല്ല മെത്തയൊരുക്കുകയാണ്. അവിടുത്തെ ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല. കാരണം തീയോട് അല്ലാഹു പറയുന്നു കരിക്കരുത്. അല്ലാഹു തീയോട് കരിക്കരുതെന്ന് പറഞ്ഞാൽ തീക്ക് കരിക്കാനുള്ള അധികാരമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഒരാൾക്കും സ്വന്തമായൊരു ശക്തിയും അല്ലാഹു നൽകിയിട്ടില്ല. അല്ലാഹു ഇവിടെ എന്ത് കരുതുന്നുവോ, അവൻ ഉദ്ദേശിക്കുന്നത് എന്തുണ്ടോ അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ അതാ ഹറമൈനിയെ ലക്ഷ്യമാക്കി സുബ്ഹാനല്ലാഹ് മദീനത്തെ സിയാറത്ത് ചെയ്യാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ മദീനയിലേക്ക് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അതാ മസ്ജിദ് നബിയുടെ മുമ്പിൽ തന്നെയുണ്ട്. മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ ഒരു സലാം പറഞ്ഞ് പള്ളിയിൽ കയറി തഹിയ്യത്ത് നിസ്കരിക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നോക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്തോ ഒരു വലിയ പ്രഭയുണ്ടല്ലോ, മുഖം നോക്കിയിട്ട് എന്തോ ഒരു പ്രകാശമുണ്ടല്ലോ. തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മടങ്ങി വന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ സിറിയക്കാരനാണ്. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ എന്നാണ്, ഖൗലാനി എന്നാണ്. വല്ലാഹി സമ്മ വല്ലാഹി, നിങ്ങൾ പറയണം, നിങ്ങളാണോ അന്ന് തീക്കുണ്ടാരത്തിൽ നിന്ന് ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടത്? നിങ്ങളാണോ? ആ സമയത്ത് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, അതെ ഞാൻ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. ഉമർ ഇബ്നുൽ
ഖത്താബ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ ജഅല മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസീല ഖലീല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലുള്ള ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലുണ്ടായല്ലോ. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ സുന്ദരമായ എത്ര കറാമത്തുകളാണ്. ആയാതങ്ങൾ ആ കുട്ടിയെയും പിടിച്ച് തീയിൽ നിന്ന് കടന്നു വന്നപ്പോഴേക്ക് ഈ കുണ്ടാരത്ത് ആരാധിച്ചിരുന്ന ആളുകൾക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായ മനോഹരമായ വാളുകളില്ലാത്ത, കത്തികളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത പ്രബോധനത്തിന്റെ രൂപങ്ങളാണിത്. ഇത് ചരിത്രത്തിൽ എവിടെ പരിശോധിച്ച് നോക്കിയാലും ആയാതങ്ങളുടെ ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇസ്ലാമിന്റെ ചരിത്രം കേരളത്തിൽ പരിശോധിച്ചു നോക്കിയാലും അമ്പുറന്നങ്ങൾ ഇവിടെ നടത്തിയെടുത്ത നവോത്ഥാനങ്ങൾ, ബഹുമാനപ്പെട്ട കണ്ണൂരിലെ തങ്ങന്മാര് സയ്യിദന്മാർ ഇവിടെ നടത്തിയ വിപ്ലവങ്ങൾ, ഇതെല്ലാം നാം ചേർത്ത് വായിച്ച് ഔലിയാക്കളെ വിലയിരുത്തേണ്ടതുണ്ട്. ആ ഔലിയാക്കളെ നാം നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്. അവരെ മദദ് നമുക്ക് ലഭിക്കണം, അവരുടെ പൊരുത്തം ലഭിക്കണം, ഹാജാ തങ്ങളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കണം. ഇതിനെന്ത് ചെയ്യണം? അവരുടെ പേരിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അവരുടെ ആണ്ട് നാം കഴിക്കണം, അവരെ നേർച്ച കഴിക്കണം, അവരെ നാം ചേർത്ത് പിടിക്കണം. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ വഫാത്തിന്റെ ദിവസം സുബ്ഹാനല്ലാഹ്, ഒരു സുബഹിയോടടുത്ത സമയത്ത് ഹാദിമീങ്ങളെ എല്ലാം റൂമിൽ നിന്ന് മാറ്റി നിർത്തി ബഹുമാനപ്പെട്ടവർ ഒറ്റക്ക് റൂമിൽ കുറ്റിയിട്ട് ബഹുമാനപ്പെട്ടവർ ഇബാദത്തിൽ മുഴുകി. സുബഹി സമയമായപ്പോഴേക്ക് ഒരു ശബ്ദവും കേൾക്കാതിരുന്നപ്പോ ഹാദിമീങ്ങള് റൂം തുറന്നു നോക്കുമ്പോ ഹാജാ തങ്ങൾ വഫാത്തായിരിക്കുന്നു. അവിടുത്തെ നെറ്റിത്തടത്തിൽ എഴുതി ഉല്ലേഖനം ചെയ്ത് വെക്കപ്പെട്ടിട്ടുണ്ട്. എന്തോ ഒരു പ്രകാശം കൊണ്ട് എഴുതി വെക്കപ്പെട്ടതുപോലെ ഹാദാ ഹബീബുല്ലാഹി മാത ഫീ ഹുബ്ബില്ലാഹ്. ഇത് അല്ലാഹുവിന്റെ ഹബീബാണ്, അല്ലാഹുവിന്റെ ഹുബ്ബിലായി വഫാത്തായ മഹാനാണ്. ജീവിതം മുഴുവൻ അല്ലാഹുവിനെ സമർപ്പിച്ചു. 70 ചില്ലാൻ വയസ്സിലാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി തങ്ങൾ പറഞ്ഞു, മോനെ ഹാജാ മുഈനുദ്ദീൻ, യാ മുഈനുദ്ദീൻ, അൻത തറക്ത സുന്നത്തൻ മിൻ സുന്നതി. എന്റെ ചര്യയിൽപ്പെട്ട ഒരു സുന്നത്ത് നീ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരു സുന്നത്ത് നീ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്താണ് ആ സുന്നത്ത്? നീ വിവാഹം കഴിച്ചിട്ടില്ല. വിവാഹം കഴിക്കാൻ മറന്നുപോയി. കാരണം ജീവിതം അതിനു വേണ്ടിയല്ല, ജീവിതം ആസ്വാദനത്തിന് വേണ്ടിയല്ല. അല്ലാഹുവിന്റെ മഅരിഫത്ത് ഖൽബിലേക്ക്, ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ദുനിയാവിനോടുള്ള എല്ലാ മോഹവും എടുക്കപ്പെട്ടു പോയി. ഹാജാ തങ്ങളുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഓരോ നിമിത്തങ്ങളാണ്. ഹാജാ തങ്ങളുടെ ജീവിതം നമുക്കറിയാം. ചെറുപ്പകാലത്ത് കുട്ടികളോടുകൂടെ കളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കാള തിരിഞ്ഞൊരൊറ്റ ചോദ്യം, ഇതിനാണോ അബ്ദുൽ ഖാദറെ നിന്നെ പടക്കപ്പെട്ടത്? ആ ഒരൊറ്റ ചോദ്യം, ആ കാളയുടെ ചോദ്യമാണ് ഹാജാത്തങ്ങളെ ഹാജാത്തങ്ങളാക്കിയത്. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകമായ നിമിത്തങ്ങൾ ഉണ്ടാകും. അതുപോലെ ഹാജാത്തങ്ങളുടെ നിമിത്തം ഇബ്രാഹിമുൽ ഖന്ദൂസിയാണ്. ആ ഹാജാത്തങ്ങൾക്ക് നല്ല ഒരു അന്വേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ നൽകുകയാണ്. ആ ദിവസം തന്നെ ആ നാട്ടിലെ ഏറ്റവും വലിയ ആരിഫായ ഒരു മഹാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു, നിങ്ങളെ മകനെ ഹാജാത്തങ്ങൾക്ക് മകളെ വിവാഹം ചെയ്തു കൊടുക്കണം. 70 ചില്ലാൻ വയസ്സിലാണ് ബഹുമാനപ്പെട്ട വിവാഹം. അതിലുണ്ടായതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഹുസാമുദ്ദീനെ പോലുള്ള ഇന്ത്യയിൽ വലിയ വിപ്ലവം നടത്തിയ 3 നല്ല മക്കൾ. അജ്മീർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ആ 3 സന്താനങ്ങളെയും നാം സ്മരിക്കാറുണ്ട്, സിയാറത്ത് ചെയ്യാറുണ്ട്. ഹാജാത്തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കണം. ദുനിയാവിനോടുള്ള അമിതമായ താല്പര്യം കുറഞ്ഞുപോയി. ഇസ്ലാമിലേക്കും ഈമാനിലേക്കും അതിന്റെ എല്ലാവിധ പൂർണ്ണതയിലേക്കും എത്തിയ ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം കാലത്തിന്റെ കുത്തൊഴുക്കൽപ്പെട്ട് പലരും മറന്നുപോയി. ഇന്നൊരു കാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ദിക്ർ ചെല്ലുന്ന സമയത്ത് സദസ്സിൽ നിന്ന് ഒരു ശബ്ദമായി ഒന്നും വരുന്നില്ല. ഒരായത്ത് ഓതി ഒരു പ്രസംഗിക്കുന്ന ഒരാൾ കാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞാൽ
അതിന് മറുപടി പറയാൻ പണ്ടുള്ള ആളുകൾക്ക് കഴിയുന്നത് പോലെ ഒന്നും സാധിക്കുന്നില്ല. അതെന്താ പ്രശ്നം? അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഖുത്ബ ഓതുന്ന സമയത്ത് ഖതീബ് കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഖതീബന്മാർ അവർക്കൊരു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് കേൾക്കാൻ പ്രയാസം അനുഭവപ്പെടുന്നു. അത് കാലത്തിന്റെ കുഴപ്പാന്ന് പറയാം. പണ്ട് കാലത്ത് അങ്ങനല്ല. അള്ളാഹുവിന്റെ പേര് കേട്ടാൽ ഉടൻ തന്നെ മനസ്സിൽ അത് തിങ്ങി നിറഞ്ഞ് ഒരു പ്രത്യേകമായ ആവേശം കത്തിജ്വലിക്കുമായിരുന്നു. അതെല്ലാം എടുക്കപ്പെട്ടു പോയി. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അടുക്കാനുള്ള സന്ദർഭമായി മഹാന്മാരെ സ്മരിക്കുന്ന സദസ്സുകൾ മാറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ.